الله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഈ പ്രൗഢമായ ചടങ്ങിൽ സംബന്ധിക്കാൻ വളരെ സദസ്യം സമസ്തയുടെ ചരിത്രത്തിൽ എന്നല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ സംഭവത്തിന് നമ്മളെല്ലാവരും സാക്ഷിക്കുകയാണ്. സമസ്തയുടെ ഒരു ദിനപത്രം വേണമെന്നുള്ള ആവശ്യവും ആഗ്രഹവും വർഷങ്ങളായി നമ്മളുടെ സമൂഹത്തിനിടയിലും അണികളുടെയും എപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും വളരെ നീണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പഠനങ്ങൾ നടത്തി അതിന്റെ പ്രായോഗികതയും അതിവിടെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള മാർഗങ്ങളെയുമൊക്കെ സമസ്തയുടെ നേതാക്കന്മാർ വളരെ സുദീർഘമായി ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് സുപ്രഭാത ദിനപത്രം ഇവിടെ നിലവിൽ വരുന്നത്. സംസ്ഥാനങ്ങളുടെ മുന്നോട്ട് വരുന്ന കേരളത്തിലെ 90% മുസ്ലിങ്ങളുടെയും ആധികാരിക മതനേതൃത്വം സംസ്ഥാന ചരിത്രത്തിൽ ഇന്ന് അറിയപ്പെടുന്നത് എല്ലാവരും ഒരു വിശദീകരണം പോലും വ്യാഖ്യാനം പോലും വിവരണങ്ങളും ഇല്ലാതെ അത് ഓരോരുത്തരും മുന്നേക്ക് കടന്നു വരുന്നതും ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പാരമ്പര്യമെടുത്ത് ജനങ്ങൾക്ക് അറിയുന്നതുമാണ്. സമുദായത്തിന്റെ നവോത്ഥാന മേഖലയിൽ ഒട്ടനവധി സുദീർഘമായ പ്രകടനങ്ങളും കേരള സമൂഹത്തിൽ വളരെ ചരിത്രത്തിലെന്നും ഓർമ്മിക്കപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ 90 വർഷത്തിനപ്പുറമായി
9 പതിറ്റാണ്ട് കഴിഞ്ഞ് സമസ്ത അതിന്റെ പ്രവർത്തനവുമായി സമുദായത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായതും എന്നാൽ എല്ലാ മേഖലകളിൽ നിന്നും പ്രത്യേകം എടുത്തു പറയുന്നതുമായ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തന മേഖല വളരെ സമ്പുഷ്ടമാണ് എന്നത് നമുക്കൊക്കെ അറിയാം. കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുമൊക്കെ വ്യാപിച്ചു കിടക്കുന്ന വളരെ വലിയൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സമസ്തക്കാണ് സാധിച്ചിട്ടുള്ളത്. 10,000-ഓളം വരുന്ന പ്രാഥമിക മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനെ മാനേജ് ചെയ്തുകൊണ്ടതിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. 12 ലക്ഷം കുട്ടികൾ ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ പഠനവും അവരുടെ കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ സൗകര്യമാകുന്ന വിധത്തിലുള്ള അവരുടെ അധ്യാപനത്തിന് പ്രഗത്ഭരായ 1 ലക്ഷത്തിൽ പരം വരുന്ന അധ്യാപകന്മാരെ സമസ്ത ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം തന്നെ മതവിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത എന്നത് ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രത്യേകം പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. സമസ്ത അതിന്റെ പല പ്രവർത്തനങ്ങളുടെയും മേഖലകൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും സമസ്ത വീണ്ടും ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അത് ഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ഏറ്റവും പ്രശസ്തമായി കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അതാണ് ME എഞ്ചിനീയറിംഗ് കോളേജ് പട്ടിക്കാട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല നിലക്ക് യാതൊരു വിധത്തിലും ആർക്കും ഒന്നും തന്നെ പറയാനില്ലാത്ത ആ ഒരു കുറ്റം പോലും അറബി കോളേജുകൾ, ജൂനിയർ അറബി കോളേജുകൾ, അതുപോലെ തന്നെ ഉന്നത വിദ്യ നൽകുന്ന കോളേജുകൾ, യതീംഖാനകൾ എന്ന് പറയുന്നത് ഈ പ്രവർത്തന മേഖലയിൽ തുല്യതയില്ലാത്ത ഒരു സംഭാവന സമൂഹത്തിനും സമുദായത്തിനും നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത. ആ സമസ്തയെ സംബന്ധിച്ച് ആർക്കും കൂടുതൽ പരിചയപ്പെടുത്തിക്കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വാർത്ഥികരായ പണ്ഡിതന്മാരുടെ നേതൃത്വം കൊണ്ട് അനുഗ്രഹം ലഭിച്ച ആ മതപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്നും വളരെ നല്ലവർക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗം എന്നോണം തന്നെ ഞാൻ വളരെ വിശദമായി ഒന്നും പറയുന്നില്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസിദ്ധീകരണ സമിതി അവരുടെ പല സൃഷ്ടികളും സമുദായത്തിനും സമൂഹത്തിനും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഘനപ്പെട്ട വളരെ വിലപ്പെട്ട പല കൃതികളും പല സൃഷ്ടികളും ഒക്കെ തന്നെ ഈ സമസ്തയുടെ പ്രസിദ്ധീകരണ വിഭാഗം സമുദായത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇപ്പറഞ്ഞതുപോലെ ഒന്നുകൂടി വിപുലപ്പെടുത്തുക എന്ന നിലക്ക് ഈ അടുത്ത കാലത്തായി വളരെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് ആ കാര്യത്തിൽ ഏറ്റവും അവസാനമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരു യാഥാർത്ഥ്യം കേരളത്തിൽ പുലരാൻ പോകുന്നുണ്ട് എന്ന ബോധ്യം എല്ലാവർക്കും വരുന്ന വിധത്തിൽ സുപ്രഭാതം ദിനപത്രം സമസ്തയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഇത്രയും പബ്ലിക്കേഷൻ ഇവിടെ പുറത്തു ഇറക്കുകയാണ്. ഇന്നതിന്റെ സമർപ്പണ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ പരിപാടി യഥാർത്ഥത്തിൽ ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം പത്രമുള്ള കേരളത്തിൽ ഇനിയും ഒരു പത്രം എന്ന് പലരും ചിലപ്പോൾ ചിന്തിച്ചു പോകും, അല്ലെങ്കിൽ ചിലർക്കൊക്കെ സംശയം വന്നു പോകും. യഥാർത്ഥത്തിൽ സമസ്തയുടേതായ ആ ഒരു ലക്ഷ്യത്തിനും നിലപാടിനും വേണ്ടി
ഈ സമൂഹത്തിലും സമുദായത്തിലും നേരിനു വേണ്ടി നിലകൊള്ളുന്ന, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, സമുദായത്തിന്റെ ഗുണങ്ങൾക്ക് വേണ്ടി നിലപാട് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് ആ സംഘടനയുടെ വിപുലമായ മേഖലകൾ, അതിന്റെ പ്രവർത്തന മേഖലകൾ, പ്രവർത്തക മേഖലകൾ, അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വിപുലമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിലേക്കൊക്കെ തന്നെ സമസ്തയുടെ സന്ദേശം എത്തിക്കാൻ ഇങ്ങനെ ഒരു സംരംഭം കൂടിയേ കഴിയൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരെ ആ നിലയ്ക്ക് ചിന്തിപ്പിച്ചതും അതിന് തീരുമാനം എടുപ്പിച്ചത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സുപ്രഭാതം എന്ന ദിനപത്രം ഇഖ്റ പബ്ലിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ പുറത്തിറങ്ങുന്നത്. ഇന്നതിവിടെ കൈരളിക്ക് കൈമാറുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ മഹത്തായ സംരംഭം വളരെ വിപുലമായ നിലക്ക് നടത്താനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥയുടെയൊക്കെ മോശമായ അവസ്ഥ കാരണമായി അത് വളരെ ചുരുക്കേണ്ടി വന്നു. ഏതായാലും ചുരുക്കിയാലും ഇത്രയും പ്രൗഢമായ ഒരു സദസ്സതിനിവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം നടത്താൻ സാധിച്ചു എന്നത് ഞങ്ങൾക്കൊക്കേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ ഇനം ഈ സുപ്രഭാതം ദിനപത്രം കൈരളിക്ക് സമർപ്പിക്കുക എന്നതാണ്. ആ ചടങ്ങ് കേരളത്തിന്റെ പ്രഗത്ഭനായ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തി ആ കാര്യം നിർവഹിക്കും. അദ്ദേഹമാണ് കാര്യം നടക്കുന്നത്. ആ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ. അദ്ദേഹമാണ് അതിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത്. ആ ചടങ്ങ് മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഇവിടെ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ വിശിഷ്ടരായ വലിയ മഹത്തുക്കളായ മഹൽ വ്യക്തികൾ നമ്മളുടെ ഈ പരിപാടിയിലൂടെ സംബന്ധിക്കാൻ താൽപര്യപൂർവ്വം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെയൊക്കെ ക്ഷണം വളരെ എളിയ ക്ഷണമായിരുന്നു. വളരെ അവരുടെയൊന്നും ആ നിലക്ക് അവരുടെ സ്ഥാനത്തോടും ബഹുമാനത്തോടുമൊന്നും യോജിച്ച നിലക്കുള്ളൊരു ക്ഷണമൊന്നും ഞങ്ങൾക്ക് ക്ഷണിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സമസ്തയുടെ ക്ഷണം എന്ന നിലക്ക് അവരെല്ലാവരും അത് സന്തോഷം സ്വീകരിക്കുകയും അവരൊക്കെയും ഇവിടെ വന്ന് അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് അതിന് അവരോടുള്ള എന്റെ കടപ്പാട് ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ ആദ്യം വഹിക്കുന്നത് മുസ്ലിം കേരളത്തിന്റെ ആത്മീയ ആചാര്യനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനും ഈ ഇഖ്റ പബ്ലിക്കേഷന്റെ രക്ഷാധികാരിയും നമ്മളുടെ എല്ലാമായ അവസാന തത്താനിയായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഈ പരിപാടിയിൽ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് ശ്രീ കോയക്കുട്ടി മുസ്ലിയാർ, അതുപോലെ ഇവിടെ സ്നേഹപൂർവം സുപ്രഭാതം എന്നൊരു പ്രത്യേക ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് MS ഫൈസൽ ഖാൻ, പ്രോ വൈസ് ചാൻസലർ, നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യവും ഞങ്ങൾക്ക് വലിയൊരു ആവേശമായിട്ടുണ്ട്, വലിയൊരു പ്രചോദനവുമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉപഹാര സമർപ്പണം നടത്തുന്നത് ബഹുമാനീയനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് അവറുകളാണ്. അതുപോലെ നമ്മളുടെ ഈ പരിപാടിയിലെ മുഖ്യ വ്യക്തികളായ ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന നമ്മളുടെ എല്ലാമായ മുസ്ലിങ്ങളുടെ ശബ്ദമായി ലോകത്ത് തന്നെ തെളിഞ്ഞു നിന്ന മഹാനായ ഈ അഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രഗത്ഭനായ വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരളത്തിന്റെ പ്രഗത്ഭനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല, ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവ്, അതുപോലെ ശ്രീമാൻ KC ജോസഫ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മന്ത്രി, ശ്രീമാൻ തോമസ് ജേക്കബ് എഡിറ്റോറിയൽ ഡയറക്ടർ മലയാള മനോരമ, ബഹുമാന്യനായ ഡോക്ടർ MK മുനീർ സാഹിബ്, ബഹുമാന്യനായ UK ഇബ്രാഹിം സാഹിബ്, ബഹുമാന്യനായ PK അബ്ദുൾ റബ്ബ് സാഹിബ്, ബഹുമാന്യനായ അബ്ദുസമദ് സമദാനി സാഹിബ്, ശ്രീമാൻ A പ്രദീപ് കുമാർ MLA, ബഹുമാന്യരായ വേദിയിലുള്ള മഹൽ വ്യക്തിത്വങ്ങൾ,
സയ്യിദ് PKP അബ്ദുസ്സലാം മുസ്ലിയാർ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് MT അബ്ദുള്ള മുസ്ലിയാർ, സമസ്ത സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് CKM സാദിഖ് മുസ്ലിയാർ, ബഹുമാന്യരായ ഷെയ്ഖുന AP മുഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, അതോടൊപ്പം തന്നെ ബഹുമാന്യനായ നമ്മളുടെ എല്ലാമായി നമ്മളോടൊപ്പം എപ്പോഴുമുള്ള പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ ET മുഹമ്മദ് ബഷീർ സാഹിബ്, അതുപോലെ തന്നെ നമ്മളോടെപ്പോഴും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും നമ്മളോടൊപ്പം എന്ത് വിഷയത്തിനും നമ്മളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ MI ഷാനവാസ് MP, അതുപോലെ വേദിയിലുള്ള ഒരുപാട് ഉന്നത വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയാൻ സമയത്തിന്റെ പരിമിതി അനുവദിക്കാത്തതുകൊണ്ട് അവരെല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ എല്ലാവിധ ആദരവും ബഹുമാനവും എല്ലാവരുടെയും മുന്നിൽ ഈ ഒറ്റ വാക്കിൽ ഞാൻ അവതരിപ്പിക്കുകയും അറിയിക്കുകയുമാണ്. ആ മഹൽ വ്യക്തിത്വങ്ങളെയൊക്കെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തി നിറഞ്ഞ സദസ്സിൽ നമ്മളുടെ പ്രവർത്തകന്മാർ, നമ്മളുടെ പണ്ഡിതന്മാർ, നമ്മളുടെ നേതാക്കന്മാർ, ഇതര മേഖലകളിലുള്ള സമുന്നതരായ വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ചും കോഴിക്കോടിന്റെ എല്ലാ കാര്യങ്ങളിലും ഇതുപോലുള്ള സാമൂഹ്യ സാംസ്കാരിക മത മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളായ പലരും ഇവിടെയുണ്ട്. അവരെല്ലാവരെയും എല്ലാവിധ ബഹുമാനത്തോടും കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.